ഭാഷണത്തിലേക്ക് കടക്കാതെ നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അസ്ഹരിയുടെ പ്രഭാഷണമാണ്. അപ്പോൾ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അസ്ഹരി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله العلي المنان الجليس الدار الواحد القهار الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت. وقال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم: القبر أول منزل من منازل الآخرة. شفيعنا رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ സുബലോക സ്വർഗ്ഗത്തിൽ ഇതിലേറെ സന്തോഷത്തിലും റാഹത്തിലുമായി അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, മജ്ലിസ് നൂറിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് നടത്തപ്പെടുന്ന മതപ്രഭാഷണവും അതുപോലെ തന്നെ മജ്ലിസ് നൂറിന്റെ വാർഷികവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇത് തുടങ്ങിയത് മുതൽക്ക് ഇന്ന് വരെക്ക് ഇതിനുവേണ്ടി ആരെല്ലാം സഹായിച്ചവരുണ്ടോ, സഹകരിച്ചവരുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം 2 ലോകത്തിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് അവറുകൾ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സുഹൃത്തും കൂടിയാണ് അൽഹംദുലില്ലാഹ് അബ്ദുൽ അസീസ് ഫൈസി ഉസ്താദ് അവറുകൾ. ബദരീങ്ങളുടെ ഏതാനും ചില കാര്യങ്ങൾ
അത് മനസ്സിലായിട്ടുണ്ടാകും, അത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ മുഖമൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കാരണം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ടതായ പരിശുദ്ധമായ ഖുർആൻ അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് 1.25 ലക്ഷം വരുന്ന അവിടുത്തെ സ്വഹാബത്തിനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരായത്ത് പറഞ്ഞു തരട്ടെയോ സ്വഹാബാ. സ്വഹാബത്ത് അവിടുന്ന് ആകാംക്ഷയോടെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞു തന്നാലും ഹബീബേ. അവിടുന്ന് സ്വഹാബത്തിനോട് മുത്തുനബി പറയുന്നു, സ്വഹാബാ, അൽഹാകുമുത് തകാസുർ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ സ്വഹാബാ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓതണേ നബി മുഹമ്മദ് മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബാ, ആ പരിശുദ്ധമായ സൂറത്ത് നിങ്ങൾ ഓതുമ്പോ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണിനീര് വരണേ സ്വഹാബാ. സ്വഹാബത്ത് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു വെച്ചറേ, യാ റസൂലല്ലാഹ്, നബിയേ, ഈ സൂറത്ത് ഓതുമ്പോ ഹബീബേ ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല ഹബീബേ. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു വത്ര, സ്വഹാബാ, ഇനി നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ കരയുന്ന പോലെ അഭിനയിക്കണേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നോ? ഖബറിനെ കുറിച്ച് പറയുന്ന ആയത്തല്ലേ, ഹത്താ സുറത്തുൽ മകാബിർ. എന്തേ ആ ഖുർആനിൽ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തേ നമ്മളോട് പഠിപ്പിച്ചു തരുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നത് വരെയും, നിങ്ങൾ നിങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നത് വരെയും, പരിശുദ്ധമായ ഖബർ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെയും നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ, അല്ലാഹു നൽകിയ നിഅമത്തുകളെ നിങ്ങൾ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മാത്രവുമല്ല, അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബാ, ഇത് നിങ്ങൾ ചൊല്ലുമ്പോ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണിനീര് ഒഴുകണേ സ്വഹാബാ. ഇനി ഒഴുകിയിട്ടില്ലെങ്കിലോ നിങ്ങളെ കണ്ണിനീര് വാഴ്ത്തുന്നത് പോലെ നിങ്ങൾ അഭിനയിക്കണേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം മണ്ണറയിലെ മഹാത്ഭുതങ്ങൾ എന്നുള്ള വിഷയമാണ്. അല്ലാഹുവേ, അത് പറയാനും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, അവിടുന്ന് ഖബർ കാണുമ്പോ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാ. സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുന്നു, ഉസ്മാൻ തങ്ങളേ, അല്ലയോ ഉസ്മാൻ തങ്ങളേ, എന്തേ നിങ്ങള് ഖബറിനെ കുറിച്ച് പറയുമ്പോഴും ഖബർ കാണുമ്പോഴും നിങ്ങൾ കരയുന്നുണ്ടല്ലോ ഉസ്മാൻ തങ്ങളേ? എന്നാ നരകത്തെ പറ്റി പറയുമ്പോഴോ, മഹ്ശറയെ പറ്റി പറയുമ്പോഴോ, മരണത്തെ പറ്റി പറയുമ്പോഴോ അങ്ങ് കരയുന്നില്ലല്ലോ തങ്ങളേ? എന്തേ നിങ്ങൾ ഖബറിനെ കുറിച്ച് പറയുമ്പോ കരയുന്നത് ഉസ്മാൻ തങ്ങളേ? അവിടുന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവിടുന്ന് പറഞ്ഞു വെച്ചറേ, സ്വഹാബാ,
സ്വഹാബ, അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഖബറിലെങ്ങാനും നമ്മൾ രക്ഷപ്പെട്ടു പോയാ ബാക്കി മുഴുവനും രക്ഷപ്പെട്ടു പോയി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, അള്ളാന്റെ ഹബീബ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ല സ്വഹാബ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. സ്വഹാബത്തെ, നിങ്ങൾ മറന്നുപോയോ സ്വഹാബത്തെ? ആദരവായ ഹബീബായ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ സ്വഹാബ? ഖബർ എന്നുള്ളത് ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ ഒരു ഭവനമാണ് നബി മുഹമ്മദ് മുസ്തഫ. അതിലെങ്ങാനും ഈ ഉസ്മാൻ പരാജയപ്പെട്ടു പോയാ ബാക്കി മുഴുവനും പരാജയമല്ലേ സ്വഹാബ? അതിലെങ്ങാനും ഈ ഉസ്മാൻ എങ്ങാനും വിജയിച്ചു പോയാ ബാക്കി മുഴുവനും വിജയിച്ചല്ലോ സ്വഹാബ എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ഖബറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ, അല്ലാഹുവേ, ആ ഖബറിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും ചെന്നെത്തും അല്ലാ. നല്ല ഈമാനോടുകൂടെയുള്ള നല്ല മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നല്ല മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറയാണ്, സ്വഹാബ, ഈ ഖബറിൽ എങ്ങാനും രക്ഷപ്പെട്ടു പോയാ ബാക്കി മുഴുവനും രക്ഷപ്പെട്ടു പോയി. എന്നാൽ ഈ ഖബറിൽ എങ്ങാനും പരാജയപ്പെട്ടു പോയാ ബാക്കി മുഴുവനും പരാജയപ്പെട്ടു പോയി. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളിൽ നിന്ന് മൺമറിഞ്ഞു പോയവരുടെയൊക്കെ ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലാക്കട്ടെ. വിഷയം വേറൊരു വിഷയമാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നുള്ള മരണമായപ്പോ ഇന്ന് രാവിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിച്ചതും ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചതും. അല്ലാഹുവേ, മനസ്സിലാക്കാനും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. 5 ഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. 5 ഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതിലത്തെ ഒന്നാമത്തെ ഘട്ടമാണ് ആലമുൽ അർവാ. ആ ആലമുൽ അർവാ നമ്മളെ കഴിഞ്ഞുപോയി. ആ ആലമുൽ അർവായിൽ നിന്ന് നമ്മൾ കഴിഞ്ഞു വന്നു. ആത്മാക്കളുടെ ലോകം. ആ ആത്മാക്കളുടെ ലോകത്ത് നമ്മളെല്ലാവരും അവിടെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് ഇന്ന് ഈ കടമ്പുഴപ്പുറം എന്ന് പറയുന്ന മാവാടി എന്ന് പറയുന്ന ഈ പ്രദേശത്തിലുള്ള ആളുകളെ എനിക്ക് കാണാനും ഇങ്ങോട്ട് വരാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകിയത് എന്തുകൊണ്ടാ? അവിടെ ആലമുൽ അർവായിൽ വെച്ചുകൊണ്ട് നമ്മൾ കണ്ടതുകൊണ്ട്. അവിടെ ഒരു ഉത്തരത്തിന്റെയും ഒരു ചോദ്യത്തിന്റെയും സമയം മാത്രമേ അവിടെ നമ്മൾ നിന്നിട്ടുള്ളൂ. അല്ലാഹു നമ്മളെ പടച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് നമ്മളോട് ചോദിക്കുകയാണ്, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? ആ സമയത്ത് നമ്മൾ പറഞ്ഞു അത്രേ, ഖാലൂ ബലാ, അതെ, നീ ഞങ്ങളുടെ റബ്ബ് തന്നെ എന്ന് പറഞ്ഞു അത്രേ. ആ ഒരു ചോദ്യവും ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും മാത്രവുമാണ്, ആ ഒരു ടൈം മാത്രമാണ് നമ്മൾ ആലമുൽ അർവായിൽ നിന്നിട്ടുള്ളൂ. അവിടെ നിന്നുള്ള രണ്ടാമത്തെ ലോകമാണ് ഉമ്മാടെ ഗർഭപാത്രത്തിലേക്കുള്ള ലോകം. 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അതിൽ ഒന്നാമത്തെ ഘട്ടം നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയി. രണ്ടാമത്തെ ഘട്ടമാണ് ഉമ്മായുടെ ഗർഭാശയം, ഉമ്മാടെ ഉദരത്തിൽ നമ്മൾ കടക്കുന്നത്. അതായത് അത് കുറച്ച് ദീർഘമായൊരു കാലമാണ്. അതായത് 9.5 മാസം വരെ 9.5 മാസം വരെ നമ്മുടെ ഉമ്മാടെ ഉദരത്തിൽ നമ്മൾ ഇങ്ങനെ കടക്കാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ് കല്യാണം കഴിക്കുക, ദാമ്പത്തിക ജീവിതത്തിലേക്ക് ഏർപ്പെടുക എന്നുള്ളത്. അവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ട് 1, 2, 3 മാസം കഴിയുമ്പോ അള്ളാഹുവിന്റെ മഹത്തമായ അതിയായ അനുഗ്രഹം കൊണ്ട് ഒരു ഭർത്താവിന്റെയും ഒരു ഭാര്യയുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉമ്മയാകുക, ഒരു വാപ്പയാകുക എന്നുള്ളൊരു അഭിലാഷം. ആ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമോ 2 മാസമോ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മാക്ക് നമ്മളെ മക്കള് വിളിക്കും, ഉമ്മ അൽഹംദുലില്ലാ വിശേഷങ്ങളായി ഉമ്മ എന്ന് പറഞ്ഞിട്ട്. വിശേഷങ്ങളാകാത്തവരെ കൂട്ടത്തിലുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സങ്കടങ്ങൾ മാറ്റിയിട്ട് നല്ലൊരു റിസൾട്ട് അല്ലാഹു അവർക്ക് കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ഉമ്മമാർക്ക് അവർ വിളിക്കുമല്ലോ, ഉമ്മ
ഉമ്മയെപ്പോലൊരു ഉമ്മയാകാൻ വേണ്ടി ഞാൻ തയ്യാറെടുക്കുകയാണ്. ഉമ്മയെപ്പോലെ ഒരു ഉമ്മയാകാൻ വേണ്ടി ഞാൻ തയ്യാറെടുക്കുകയാണ്. ഉമ്മ ആ ഗർഭഘട്ടമാകുമ്പോഴേക്കും അവരിങ്ങനെ കഴിക്കുമ്പോ, നമ്മുടെ ഭാര്യമാര് ഈ ഫുഡ് ഇങ്ങനെ കഴിക്കുമ്പോ അവിടെ വായത്തേക്ക് പറ്റാത്ത ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ അവരങ്ങ് ഛർദിക്കുകയാണ്. അപ്പോഴൊന്നും പറയുന്നില്ല. വയറ്റിലാകുന്ന കുട്ടികളാകുന്ന ഞാനും നിങ്ങളൊക്കെ അങ്ങനെ വന്നതാണ്. നമ്മുടെ ഉമ്മാടെ ഉദരത്തിൽ നമ്മൾ ഇങ്ങനെ കടക്കുന്ന സമയത്ത് ഉമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ട് വിശന്നിട്ട്. പക്ഷേ ഉമ്മ ഭക്ഷണം കഴിച്ച ഭക്ഷണമെല്ലാം ഛർദിച്ചു പോകുകയാണ്. ഉമ്മാക്ക് വല്ലാത്ത ക്ഷീണമാണ്, ഉമ്മാക്ക് വല്ലാത്ത പ്രയാസമാണ്. ആ സമയത്ത് പോലും നമ്മുടെ ഉമ്മ നമ്മളെ തള്ളി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഉമ്മമാരുടെ പൊരുത്തം നമ്മൾ കൊണ്ടോ നമ്മുടെ ജീവിതം വിജയിച്ചു പോയി. ഉമ്മാടെ കുരുത്തക്കടാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേടിച്ചു പോയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പടച്ചവനേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അതുകൊണ്ട് രണ്ടാമത്തെ ഘട്ടമാണ് ഉമ്മായുടെ ഗർഭപാത്രം. അതിൽ 9.5 മാസം വരെ കുറച്ച് ദീർഘകാലം, അതായത് ഒരു 9.5 മാസം വരെ നമ്മള് കുട്ടികളല്ലേ, കുട്ടികളാവുമ്പോ ഭയങ്കര രസം. കുറച്ച് കുട്ടികൾ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാല് ഭയങ്കര രസം. പിന്നെ കളിക്കാൻ ഇങ്ങനെ തോന്നും. ഇപ്പത്തെ കാലത്ത് പിന്നെ ഒക്കെ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് ഒക്കെ അതിൻ്റെ ഉള്ളിലാണല്ലോ. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ കുറെ ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ ചോറും കൂട്ടാനും അച്ഛനും അമ്മയും ആപ്പിയും മക്കളൊക്കെ ആയിട്ട് ഒരു കളിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് അതറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ രണ്ടാമത്തെ ഘട്ടമാണ് ഉമ്മായുടെ ഗർഭപാത്രത്തിൽ നമ്മൾ കടന്ന ഘട്ടം. അതും അൽഹംദുലില്ലാ, അതും നമ്മൾ കടന്നു കഴിഞ്ഞു. അടുത്തതായി നമ്മൾ ഉമ്മാടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ ഈ ഭൂലോകത്തിലേക്ക്, ദുനിയാവിലേക്ക് കടന്നു വരികയാണ്. ഇതാണ് മൂന്നാമത്തെ ഘട്ടം. ഈ മൂന്നാമത്തെ ഘട്ടം ചിലപ്പോൾ 60 വയസ്സ് വരെയോ അല്ലെങ്കിൽ 40 വയസ്സ് വരെയോ, അല്ലെങ്കിൽ ചില ആളുകൾ 100ഉം 110ഉം വയസ്സ് വരെയൊക്കെ എത്തുന്നുണ്ട്. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും നീ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അങ്ങനെ ആ ദുനിയാവിന്റെ ഘട്ടത്തിലാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വേണ്ടി ആയുസ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, ആരോഗ്യം നൽകിയിട്ടുണ്ട്, ആഫിയത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്, ആരും കൊതിച്ചു പോകുന്ന നല്ല ശരീരം നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പരലോകത്ത് നാളെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവിടുന്ന് ചോദിക്കുമത്രേ. ആദരവായ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, സ്വഹാബാ, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടുമല്ല നമ്മൾക്ക് നൽകിയ ആയുസ്സിനെ പറ്റി അല്ലാഹു ചോദ്യം ചോദിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ സമയത്താണ്, ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന സമയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുകയാണ്, സ്വഹാബാ, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ഗാബിറു സബീൽ വഅദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഈ സുഖത്തിന്റെ ദുനിയാവുണ്ടല്ലോ, എന്തിനും തോന്നിയതുപോലെ നമ്മൾ നടക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, നമ്മൾ തോന്നിയതുപോലെ ജീവിച്ച് തോന്നിയതുപോലെ കഴിയുന്ന ഈ ദുനിയാവുണ്ടല്ലോ, എല്ലാ തെമ്മാടിത്തരത്തിനും കൂട്ടി നിൽക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, സ്വഹാബാ, മുത്ത് റസൂലുള്ളാഹി പറയുകയാണ്, ഈ ദുനിയാവിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ പോലും കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ഗാബിറു സബീൽ. നിങ്ങളൊരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണേ നബി മുഹമ്മദ് മുസ്തഫ. അല്ലെങ്കിൽ നിങ്ങളൊരു വിദേശിയെ പോലെ ജീവിക്കണേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ, ഒരു വിദേശിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിതാക്കന്മാരാകുന്ന ആളുകളെല്ലാം വിദേശത്തേക്ക് പോയി കഴിഞ്ഞോ അവിടെ പ്രാരാബ്ധങ്ങളെല്ലാം ഇങ്ങനെ വളരെ
ബുദ്ധിമുട്ടിലേക്ക് കടന്നു വരുമ്പോ അങ്ങ് വിദേശത്തേക്ക് പോകുമല്ലോ. അത് കഴിഞ്ഞിട്ടതാ 1 മാസവും 2 മാസവും കഴിഞ്ഞുകൊണ്ട് അവരിങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഇങ്ങനെ എണ്ണുകയാണ്. പടച്ചവരേ, എന്റെ വീടാകുന്ന എന്റെ വീട്ടിലേക്ക് ഞാൻ എന്നാണ് റബ്ബേ ഇനി തിരിച്ചെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സ്വഹാബത്തേ, അതുപോലെ നിങ്ങളൊരു വിദേശിയെ പോലെ ആകണം നബി മുഹമ്മദ് മുസ്തഫ. ആ വിദേശിയുടെ മനസ്സിനകത്തുണ്ടാകുമല്ലോ റബ്ബേ, അല്ലാഹുവേ എന്റെ വീട്ടേക്കൊന്ന് പോകണമല്ലോ അല്ലാ, എന്റെ നാട്ടേക്കൊന്ന് പോകണമല്ലോ അല്ലാ എന്നൊരു ആഗ്രഹമുണ്ടാകുമല്ലോ. അതുപോലെ നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്, ദുനിയാവിൽ ജീവിക്കുമ്പോ അതുപോലെ ജീവിക്കണേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, എനിക്ക് അല്ലാഹു ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വീടുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ, നീ AC യുള്ള വീട്ടിലാ കഴിയുന്നതെങ്കിൽ, AC യുള്ള റൂമിലാ നീ കഴിയുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുന്നു, സ്വഹാബാ ഉദ്ദ നഫ്സക മിൻ അസ്ഹാബിഹിൽ ഖുബൂർ. നീ നിന്റെ ഈ ദുനിയാവിലെ വീട്ടിലാണ് നീ കഴിയുന്നതെങ്കിൽ പോലും ഓരോ ദിവസവും നീ കഴിയുന്നത് ഖബറിലാണ് സങ്കൽപ്പിക്കണേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ ദുനിയാവിത്തെ വീട്ടിലാണ് നീ കഴിയുന്നതെങ്കിൽ പോലും ഓരോ ദിവസവും നീ ഖബറിലാണെന്ന് സങ്കൽപ്പിക്കണേ. നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, നീ നൽകിയ ആരോഗ്യം, നീ നൽകിയ ആഫിയത്ത് നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയാൻ, നിന്റെ ദീന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞെന്ന് പറയാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അങ്ങനെ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞു പോകും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ദുനിയാവിൽ നിന്ന് വിട വാങ്ങി പോകും. ഈ ദുനിയാവിൽ നിന്ന് വിട വാങ്ങിയിട്ടുള്ള അടുത്തൊരു ലോകമാണ് ആലമുൽ ബർസ, ഖബർ ജീവിതം. ആ ഖബർ ജീവിതത്തിൽ ഇതുവരെ രക്ഷപ്പെട്ടവരാരുമില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പോലും ഈ ഖബറിനെ ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞൊരു സ്വഹാബിയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാണ്, മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ ഒഴുകി വന്നിട്ട് ആ കണ്ണുനീര് ഒഴുകി വന്ന സ്ഥലത്ത് പുല്ലുകൾ പോലും മുളച്ചു എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാം. യഹ്യാ നബി അലൈഹിസ്സലാം ഖബറിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആ ഇരുന്ന സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകിയ ആ സ്ഥലത്ത് പിന്നീട് പുല്ലടക്കം മുളച്ചത്രേ. അത്രത്തോളം ഖബറിനെ കുറിച്ച് ആലോചിച്ച വ്യക്തികളാണ് നമ്മളിൽ നിന്ന് മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർ. അല്ലാഹുവേ, അവിടൊക്കെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മക്കളെ, നീ ശബ്ദം ഉണ്ടാക്കലെ, കുറച്ചതിന്റെ മുട്ടായിരാട്ടാ. കുറച്ചതിന്റെ മുട്ടായിരാ, ശബ്ദം ഉണ്ടാക്കല്ലേ. മാഷാ അല്ലാഹ്. അല്ലാഹു മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. അല്ലാഹു മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ആമീൻ പറയും മക്കളെ. അതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അവിടുന്ന് ഒരു ഖബർ സിയാറത്ത് ചെയ്യാണ്. തന്റെ നാട്ടിൽ ഒരാൾ മരിച്ചുപോയത്രേ. ആ മരിച്ചുപോയ സമയത്ത് അദ്ദേഹത്തിന്റെ ജനാസയുമായിട്ട് മരിച്ച ജനാസയുമായിട്ട് മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് വന്നതാ പള്ളിക്കാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മയ്യത്തുമായി ഇങ്ങനെ കടന്നു പോകുകയാണ്. സുബ്ഹാനല്ലാഹ്. പള്ളിക്കാട്ടിലേക്ക് എത്തിയപ്പോ നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പള്ളിക്കാട്ടിൽ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യുമല്ലോ. അതുപോലെ അതാ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് വന്ന് പറയുകയാണ്, അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരാൾ മരിച്ചു പോയത്രേ. അങ്ങനെ അദ്ദേഹത്തിന്റെ ജനാസയുമായിട്ട് പള്ളിക്കാട്ടിലേക്ക് ഖബറിലേക്ക് അങ്ങനെ കൊണ്ടുപോകുകയാണ്. കൊണ്ടുപോയി വെച്ചിട്ട് എല്ലാവരും അതാ ഖബറെല്ലാം കുഴിച്ചുകൊണ്ട് ഖബറിലേക്ക് മയ്യത്തെല്ലാം
എല്ലാം ഇറക്കി വെച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് അവരെല്ലാം വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു വരുന്നത്രേ. ആ സമയത്ത് അവിടുന്ന് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അവിടുന്നതാ ആ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഖബറിന്റെ ചാരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടുന്നതാ ഖബറിനുള്ളിൽ നിന്ന് ഒരാളങ്ങ് വിളിച്ചു പറഞ്ഞു അത്രേ. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹയോട് വിളിച്ചു പറയുന്നു, തങ്ങളെ ഈ ഖബറിനകത്തുള്ള ശിക്ഷയെ പറ്റിയിട്ട്, ഈ ഖബറിലുള്ള ശിക്ഷയെ പറ്റിയിട്ട് ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ദുആ ചെയ്യണേ തങ്ങളെ. അവിടുന്നതാ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അവിടുന്ന് ചോദിച്ചു അത്രേ, എന്തേ മോനെ, എന്തേ നിനക്കെന്തേ ഇത്ര പ്രയാസം എന്താ? ഖബറിലുള്ള ആളോട് മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ചോദിക്കുമ്പോ ഖബറിലുള്ള ആ മനുഷ്യൻ അവിടുന്ന് പറഞ്ഞു അത്ര, തങ്ങളെ അവിടുന്നതാ ഖബർ അവിടുന്ന് വിളിച്ചു പറയുകയോ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹയോട് ഖബർ അവിടുന്ന് വിളിച്ചു പറയുന്നു, തങ്ങളെ പച്ചമണ്ണാകുന്ന ആരുടെ മണ്ണാകുന്ന എന്റെ വായ്ക്കകത്തേക്ക് ആരെങ്കിലും ഒരു മനുഷ്യനെ പുതുതായി വരുന്നൊരു അടിമ വന്നു കഴിഞ്ഞാ ഞാൻ അവനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നറിയുവോ? ഖബർ അവിടുന്ന് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹയോട് വിളിച്ചു പറയുകയോ അവിടുന്ന് പറയുകയോ, ഞാൻ എങ്ങനാണ് എന്റെ വയറ്റിലേക്ക് വരുന്ന പുതുതായി വരുന്ന അതിഥിയെ ഞാൻ എങ്ങനാണ് സ്വീകരിക്കുന്നതെന്നറിയുവോ? അവിടുന്ന് ഖബർ പറയുകയോ, ആദ്യമായിട്ട് ആ മയ്യത്തിന്റെ കഫൻ തുണി ഞാനങ്ങ് പൊളിച്ചു കളയും തങ്ങളെ. ഖബർ അവിടുന്ന് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങളോട് പറയുകയാ, ഒന്നാമതായി ഞാൻ ചെയ്യുന്നത് എന്തെന്നറിയുവോ? ഈ പ്രസംഗിക്കുന്ന ഞാനെങ്ങാനും മരിച്ചു പോയി കഴിഞ്ഞാ എന്റെ നാടാകുന്ന 9 മൈലിന്റെ പ്രദേശത്തേക്ക് എന്റെ ജനാസ കൊണ്ടുപോയിട്ട് ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാ ഖബർ എന്നെ ചെയ്യുന്ന ഒന്നാമത്തെ പ്രവർത്തനം എന്തെന്നറിയുവോ? ഒന്നാമതായി ഖബർ എന്നെ ചെയ്യുന്നത് എന്തെന്നറിയുവോ ഉമ്മമാരെ? ഒന്നാമതായി ഖബർ എന്നെ ചെയ്യുന്നത് എന്തെന്നറിയുവോ ഉപ്പമാരെ? അവിടുന്ന് ഖബർ വിളിച്ചു പറയുകയാണ്, തങ്ങളെ ആദ്യമാ മയ്യത്തിന്റെ കഫൻ തുണി ഞാനിങ്ങ പൊളിച്ച് കളയും തങ്ങളെ, പൊളിച്ച് കളയും തങ്ങളെ. എന്നിട്ട് അവിടുന്ന് ഖബർ പറയുകയാണ്, ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങളോട് പറയുകയാണ്, അവന്റെ കഫൻ പുടവയുണ്ടല്ലോ അത് ഞാനിങ്ങ് വെളിച്ച് കീറി പൊളിച്ച് കളയും തങ്ങള്. എന്നിട്ട് അവന്റെ ശരീരത്തിന്റെ മാംസതലങ്ങള് ഞാനങ്ങ് തിന്നാൻ തുടങ്ങും തങ്ങളെ. അവന്റെ ശരീരമുണ്ടല്ലോ ആരാരും ആഗ്രഹിച്ചു പോകുന്ന നല്ല ബോഡി ഫിറ്റുള്ള ശരീരമുണ്ടല്ലോ, ആ ശരീരമുണ്ടല്ലോ തങ്ങളെ ഞാനങ്ങ് കടിച്ച് തിന്നും തങ്ങളെ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. അവിടുന്ന് പറയുകയാ, അവിടുന്ന് ഉസ്താദ് പറയുകയാ, പൊൻവർണ്ണ മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ഈ ഖബറിലേക്ക് ആ ഖബറിലേക്ക് എന്റെ ജനാസങ്ങ് കൊണ്ടുപോയി വെക്കുമ്പോ അവിടെ സമരത്തിലാ ഞാനങ്ങ് കഴിക്കാൻ റെഡിയായിരിക്കുകയാണ്. എന്റെ ശരീരം അങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ചിതലും പുഴുക്കളും ഉണ്ടല്ലോ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ. സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. ആ ഖബറിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുപോയി വെക്കുമല്ലോ. ആ സമയത്ത് അതിലുള്ള ചിതലും പുഴുക്കൾക്ക് എന്തൊരു സന്തോഷമെന്നറിയുവോ? അവർക്ക് നല്ലൊരു ഭക്ഷണം കിട്ടുകയല്ലേ. അതുകൊണ്ട് അവിടുന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് തങ്ങളോട് ഖബർ വിളിച്ചു പറയുന്നു, തങ്ങളെ ഒന്നാമതായി അവന്റെ മയ്യത്തിന്റെ കഫൻ തുണി ഞാനങ്ങ് പൊളിച്ചു കളയും തങ്ങളെ. എന്നിട്ട് അവന്റെ ശരീരത്തിന്റെ മാംസ
മാംസങ്ങൾ ഞാനങ്ങ് തിന്നാൻ തുടങ്ങും തങ്ങളെ. മഹാനായ ഇമാം സർക്കന്ദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമർക്കന്ദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം സമർക്കന്ദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മനുഷ്യൻ നമ്മളിൽ നിന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ, ഈ പ്രസംഗിക്കുന്ന ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞ് 7ാമത്തെ ദിവസത്തിലെ എന്റെ റൂഹ് അവിടെ നിന്ന് പറയുമത്ര, അല്ലാഹുവിനോട് പറയുമത്ര, റബ്ബേ എന്റെ ശരീരത്തിലേക്ക് എന്റെ റൂഹൊന്ന് തരുവോ അല്ലാ. അവിടെ നിന്നുള്ള ചോദിക്കുകയാണ്, എന്തിനാണ് നിന്റെ റൂഹ് നിന്നിലേക്ക് തന്നെ തരുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുകയാ, പടച്ചവനെ എന്റെ വീട്ടുകാരെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ടാ ഞാനിതിങ്ങനെ ആലോചിക്കും, ആ റൂഹ് ഇങ്ങനെ പാറിപ്പറക്കുമല്ലോ, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന്, എനിക്ക് വേണ്ടി മൗലിദ് ഓതുന്നുണ്ടോ എന്ന്, എനിക്ക് വേണ്ടി യാസീൻ ഓതുന്നുണ്ടോ എന്ന്, എനിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് ആ റൂഹ് നോക്കുമല്ലോ. പടച്ചവനെ ആ റൂഹ് വന്നിട്ട് സന്തോഷിച്ചിട്ട് പോകുന്ന വിഭാഗത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ടതാ പറയുകയാ, മഹാനായ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറയുകയാണ്, മരിച്ചു കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസത്തിലുണ്ടല്ലോ നമ്മളാകുന്ന നമ്മുടെ റൂഹ് അല്ലാഹുവിനോട് പറയുമത്ര, റബ്ബേ ഞങ്ങളുടെ റൂഹിന് ഞങ്ങളുടെ ശരീരത്തേക്കൊന്ന് ഇട്ട് തരുവോ അല്ലാ. അല്ലാഹു നമ്മുടെ ശരീരത്തേക്ക് ഇട്ടിരുമത്രേ. എന്നിട്ട് നമ്മുടെ റൂഹ് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല ഈമാനുള്ള മരണം നൽകണേ അല്ലാ. ഏത് സമയത്താണ് മരിച്ചു പോകുക എന്ന് പറയാൻ പറ്റൂല. അല്ലാഹുവേ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ, ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. അങ്ങനെ ഈ മയ്യത്ത് വരുമത്രേ, മരിച്ചു കഴിഞ്ഞിട്ട് 7ാം ദിവസത്തിൽ ഇങ്ങനെ വരുമത്രേ. എന്നിട്ട് നമ്മുടെ വീടും ചുറ്റുപാടുമെല്ലാം ഇങ്ങനെ വീക്ഷിക്കുമത്രേ. എന്നിട്ട് നന്മയാണ് നമ്മൾ അവർക്ക് ചെയ്യുന്നതെങ്കിൽ അവര് പോകുമെന്നാണ്. അല്ലാഹു അവിടെ പൊരുത്തം നിങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടെന്ന് പറയുകയാണ്, ഖബറിൽ ആർക്കും രക്ഷയില്ല. റസൂലുള്ളാഹി പറയാണ്, ഖബറിൽ ആർക്കും രക്ഷയില്ല, ഖബറിൽ ആർക്കും രക്ഷയില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ച് നടന്നുകൊണ്ട് രക്ഷപ്പെടുമെന്നാണോ? രക്ഷപ്പെടൂല. കാരണം അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുകയാണ്, സ്വഹാബത്തിനോട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ ഖബറിൽ അങ്ങനെ രക്ഷപ്പെടുമെങ്കിൽ മഹാനായ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടും എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ സഅദ് ബിൻ മുആദ് പോലും ഖബറിൽ രക്ഷപ്പെട്ടിട്ടില്ല. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ ഇൻഷാ അല്ലാഹ് ഈ ചരിത്രം സഅദ് തങ്ങളുടെ ചരിത്ര അവസാനം നമ്മൾ പഠിക്കുന്നുണ്ട്. അല്ലാഹു പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾക്ക് പോലും ഖബറിന്റെ പരീക്ഷണത്തൊട്ട് അല്ലാഹു വിട്ടുവീഴ്ച നൽകിയിട്ടില്ല. മഹദിയാകുന്ന ഫാത്തിമ, ആരാ ഫാത്തിമ ബീബി എന്നറിയില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറഞ്ഞുവല്ലോ, ഫാത്തിമത്തു ഖിത്അത്തു ഖബ്ദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഫാത്തിമ, ഉമ്മയില്ലാതെ ഉമ്മാടെ സ്നേഹവും ഉമ്മാടെ ലാലനുമായി മുത്ത് റസൂലുള്ളാഹി വളർത്തിക്കൊണ്ടുവന്ന മോളെ മഹദി ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം കഴിയുകയാ. ആദ്യ രാത്രിയിലേക്ക് റൂമിലേക്ക് കടന്നു വരികയാ. അലിയാര് തങ്ങള് തഥാ ഫാത്തിമ ബീബിയുടെ റൂമിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, അവിടെ അതാ ഒരു തേങ്ങി തേങ്ങി കരച്ചിലിങ്ങനെ കേൾക്കുകയാ. അലിയാര് തങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോ ഫാത്തിമ കരയുകയാ. ഫാത്തിമ ബീബി കരയുകയാണ്. അവിടെ നിന്ന് ഫാത്തിമ ബീബിയോട് സയ്യിദുനാ അലിയാര് തങ്ങൾ ചോദിച്ചു, എത്ര ഫാത്തിമ, എന്റെ ഫാത്തിമ നീ ഇങ്ങനെ വാവിട്ടുകൊണ്ട് കരയുന്നത്? ഫാത്തിമ, അലിയെ ഇഷ്ടമില്ലേ ഫാത്തിമ? ഈ അലി വിവാഹം കഴിച്ചത്, അലിയാരി വിവാഹം കഴിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ?
ഫാത്തിമ ബീബി അവിടുന്ന് പറയുന്നു, അലിയേ അലിയേ, അങ്ങ് ഇഷ്ടപ്പെടാത്തവര്, അങ്ങ് ഇഷ്ടപ്പെടാത്ത പെണ്ണുങ്ങൾ ഈ മദീനത്തിൽ ഉണ്ടാകുമോ അലിയേ? അങ്ങനൊരു യോദ്ധാവാണല്ലോ അലിയേ, അങ്ങൊരു യോദ്ധാവാണല്ലോ അലിയേ. അതുകൊണ്ട് അങ്ങ് ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ മദീനയിൽ ഉണ്ടാവില്ലല്ലോ അലിയേ. അങ്ങ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല അലിയേ. പിന്നെന്തേ ഫാത്തിമ, പിന്നെന്തേ ഫാത്തിമ നീ ഇങ്ങനെ കരയുന്നത്? അവിടെന്ന് പറയുകയാണ്, അലിയേ, ഈ റൂമിലേക്ക് കടന്നു വന്ന് കുറ്റിയിട്ടപ്പോ, വിളക്കങ്ങ് അണച്ചപ്പോ റൂം ഫുള്ള് ഇരുളായല്ലോ അലിയേ. ഈ ഇരുട്ട് വന്നപ്പോ പച്ച മണ്ണാകുന്ന, ആരുടെ മണ്ണാകുന്ന ഖബറിലേക്ക് ഓർമ്മ വന്നു പോയി അലിയേ. അതുകൊണ്ട് ഇതല്ല നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അലിയേ, അതുകൊണ്ട് ഇതല്ല നമ്മുടെ ആദിരാത്രി അലിയേ. നമ്മുടെ ആദിരാത്രി അത് ഖബറിലെ ആദിരാത്രിയാണ് അലിയേ. അതുകൊണ്ട് അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്, അവിടെ നിന്ന് ഖുർആൻ ഓതുകയാ. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീബിയുടെ ജീവിതം അങ്ങ് കഴിഞ്ഞു പോകുകയാ. അവസാന വഫാത്തിന്റെ സമയമെത്തുമ്പോ ഫാത്തിമ ബീബി അലിയാർ തങ്ങളുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചുകൊണ്ട് ഫാത്തിമ ബീബി അവിടുന്ന് പറയുന്നു, അലിയേ, ഈ ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ അലിയേ, ഫാത്തിമയുടെ മയ്യത്തങ്ങ് നിസ്കരിക്കണേ അലിയേ, ഫാത്തിമയുടെ മയ്യത്തങ്ങ് നിസ്കരിക്കണേ അലിയേ. ഫാത്തിമ എങ്ങാനും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാ ഫാത്തിമയുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് അങ്ങാണ് അലിയേ. ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് ആദിരാത്രി കഴിഞ്ഞിട്ട് അവിടുന്ന് വഫാത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അലിയാർ തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഫാത്തിമ ബീബി പറയുന്നു, അലിയേ, ഈ ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാ ഫാത്തിമാന്റെ ജനാസ അങ്ങ് കുളിപ്പിക്കണേ അലിയേ, ഫാത്തിമാക്ക് വേണ്ടി അങ്ങ് മയ്യത്ത് നിസ്കരിക്കണേ അലിയേ എന്നവിടുന്ന് ഫാത്തിമ ബീബി അലിയാർ തങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ഫാത്തിമ, അങ്ങനെ പറയല്ലേ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി അതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ സമയത്ത് പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് അടുത്തേക്ക് തന്റെ മോളാകുന്ന ഫാത്തിമാനെ വിളിക്കാണ്. ഫാത്തിമ, കരയല്ലേ ഫാത്തിമ, കരയല്ലേ ഫാത്തിമ. ഫാത്തിമ ബീബി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. മുത്ത് റസൂലുള്ളാഹിയുടെ വഫാത്ത് അടുത്തിരിക്കുകയല്ലേ. ആ സമയത്ത് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് ഫാത്തിമാനെ വിളിക്കുന്നു, മോളെ, ഉപ്പച്ചിയുടെ അടുത്തേക്ക് വരൂ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നേതാവ് അവിടെ നിന്ന് തന്റെ മോൾക്ക് ഒരു ഉപദേശം കൊടുക്കുന്നു. മോളെ, ഉപ്പച്ചിയുടെ തങ്കക്കുടമാകുന്ന ഫാത്തിമ, അങ്ങ് കരയല്ലേ മോളെ, അങ്ങ് കരയല്ലേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ചെവിയിൽ ഒരു രഹസ്യം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്. ഫാത്തിമ, ഫാത്തിമ ബീബി അതുവരെ കരഞ്ഞ ഫാത്തിമ ബീബി പെട്ടെന്നങ്ങ് പുഞ്ചിരിക്കുകയാ. പെട്ടെന്ന് കരഞ്ഞ വ്യക്തിയാകുന്ന ഫാത്തിമ ബീബി പെട്ടെന്നങ്ങ് പുഞ്ചിരിക്കുകയാ. ആ സമയത്ത് മഹദിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ചോദിച്ചത്രേ, ഫാത്തിമ, മുത്ത് റസൂലുള്ളാഹി പറഞ്ഞ ആ ഉപദേശം എന്താ? മുത്ത് റസൂലുള്ളാഹി പറഞ്ഞ രഹസ്യം എന്താണ് ഫാത്തിമ? ഫാത്തിമ ബീബി പറയാണോ, രഹസ്യമല്ലേ, അത് ഞാൻ പറഞ്ഞു കൊടുക്കൂല. അതുകൊണ്ട് നമ്മളോട് ഒരാൾ ഒരു രഹസ്യം പറഞ്ഞു കഴിഞ്ഞാ ആ രഹസ്യം നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത് ഉമ്മമാരെ, ഉപ്പമാരെ, ചെറുപ്പക്കാരന്മാരെ, നമ്മുടെ കൂട്ടുകാരന്മാര് വന്നിട്ട് അവന്റെ ഓരോരോ രഹസ്യങ്ങളും നമ്മളോട് പങ്കുവെക്കുമ്പോ അത് നമ്മുടെ മനസ്സിൽ മാത്രം നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. ആള് കാണുമ്പോ അങ്ങനെ പറയുകയാണ്, അങ്ങനെ ചെയ്യല്ലേ നബി മുഹമ്മദ് മുസ്തഫ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് അവിടുന്ന്
ഫാത്തിമ ബീവിക്ക് ഒരു ഉപദേശം കൊടുക്കുന്നു. ഫാത്തിമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ? ഫാത്തിമ, ഉപ്പാടെ വഫാത്തിന് ശേഷം ഈ കുടുംബത്തിൽ നിന്ന് പിന്നെ ഉപ്പയിലേക്ക് ഏറ്റവും അടുത്തത് നീയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനർത്ഥം എന്താ? ഫാത്തിമ, ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് നീയാണെന്ന് ഫാത്തിമ എന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതങ്ങ് കേട്ടപ്പോ ഫാത്തിമ ബീബി, അതുവരെ കരഞ്ഞ ഫാത്തിമ ബീബി പെട്ടെന്ന് അങ്ങ് പുഞ്ചിരിച്ചു പോയി. അല്ലാഹുവേ, അത്രയും മഹദിമാളിൽ ഞങ്ങളുടെ ഉമ്മമാരെ സഹോദരിമാരെ ഉൾപ്പെടുത്തണേ അല്ലാ. അങ്ങനെതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആയിഷ ബീബി ചോദിച്ചു, മുത്ത് റസൂലുള്ളാഹി പറഞ്ഞതല്ലേ, അതുകൊണ്ട് എനിക്കൊന്ന് പറഞ്ഞു തരോ ഫാത്തിമ എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബീബി പറഞ്ഞത്രേ, പറ്റൂല, പറയൂല. നിന്റെ റസൂലുള്ളാഹി എന്നോട് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ കൂട്ടുകാരോ നമ്മളെ സഹോദരിമാരോ ആരെങ്കിലും നമ്മളോട് ഒരു രഹസ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുത്ത രഹസ്യം, തന്റെ മോളാകുന്ന ഫാത്തിമാക്ക് പറഞ്ഞു കൊടുത്ത രഹസ്യം തന്റെ ഭാര്യയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചപ്പോൾ എന്തായില്ല? ആയിഷ ബീബിക്ക് പറഞ്ഞു കൊടുത്തില്ല. അതൊക്കെ ഒരു മാതൃകയാണ്. അവരൊക്കെ ഫോളോ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളോട് പറയുന്നു, അലിയേ, ഈ ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ഫാത്തിമയുടെ ജനാസ അങ്ങ് കുളിപ്പിക്കണേ അലിയേ. ഫാത്തിമയുടെ മയ്യത്ത് അങ്ങ് നിസ്കരിക്കണേ അലിയേ. പണ്ടത്തെ കാലത്തൊക്കെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഇന്നത്തെ പോലത്തുള്ള മയ്യത്ത് കെട്ടിലായിരുന്നില്ല. ശരീരമൊക്കെ കാണുന്ന രൂപത്തിലുള്ള ഒരു മയ്യത്ത് കെട്ടിലായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോളാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പറയാണ്, അലിയേ, ഈ ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ അങ്ങ് മയ്യത്ത് കുളിപ്പിക്കണം, അങ്ങനെ മയ്യത്ത് നിസ്കരിക്കണം. 4 ആളുകളെ എന്റെ മയ്യത്ത് ചുമക്കാൻ പാടുള്ളൂ. ഒന്ന് മഹാനായ സയ്യിദുന അലിയാർ തങ്ങൾ, 2 അവിടുത്തെ മക്കളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, 3 4 അബൂദരിൽ ഗഫാരി റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഫാത്തിമ ബീബി പറയാണ്, അസ്മാ റളിയല്ലാഹു കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്താ നിന്റെ വിഷമം എന്താ? ഇവിടത്തേക്ക് കണ്ടില്ലേ, മയ്യത്ത് കൊണ്ടുപോകുന്ന അവസ്ഥകളൊക്കെ കണ്ടില്ലേ? അതുകൊണ്ട് എന്റെ ശരീരം എന്റെ പുതുമണവാളനാകുന്ന അലിയല്ലാതെ വേറെ ആരും എന്റെ ശരീരത്തിന്റെ വണ്ണമോ രൂപമോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ മരിച്ചു പോകുമ്പോഴും എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമോ വണ്ണമോ ആരും കാണാൻ പാടില്ല. അതുകൊണ്ട് അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറഞ്ഞു. അസ്മാ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പറഞ്ഞു, എത്യോപ്യയിലെ മയ്യത്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്നറിയുമോ ഫാത്തിമ? ഒരു പെട്ടിയിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് മോളെ. അതുകൊണ്ട് എത്യോപ്യയിൽ നിന്ന് ഞാൻ എനിക്കൊരു പെട്ടി കൊണ്ടുവന്ന് തരാ എന്നവിടെ നിന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി അവിടെ നിന്ന് വസിയത്ത് ചെയ്യുന്നു, അലിയേ, ഈ ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ഫാത്തിമയുടെ ജനാസ ആരാരുമില്ലാത്ത സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന പാതിരാത്രിയുടെ നിശബ്ദതയില് ഫാത്തിമയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നേ അലിയേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുകയാ. സുബ്ഹാനല്ലാഹ്. അവിടുന്നതാ ജനാസ കൊണ്ടുപോകുകയാ. ജന്നത്തുൽ ബഖീലേക്ക് ജനാസ കൊണ്ടുപോകുകയാ. വലത് ഭാഗത്ത് മഹാനായ സയ്യിദുനാ അലിയാർ തങ്ങളുണ്ട്, ഇടത് ഭാഗത്തതാ അബൂദരിൽ ഗഫാരി തങ്ങളുണ്ട്, ബാക്ക് വശത്തതാ സയ്യിദുനാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയുണ്ട്. അവരും കൂടിയിട്ട് ഫാത്തിമ ബീബിയുടെ ജനാസ അല്ലാഹുവേ ജന്നത്തുൽ ബഖീലേക്ക് കൊണ്ടുപോകുകയാ. അവിടെ ഖബറിന്റെ ചാരത്തെത്തിയപ്പോ അബൂദരിൽ ഗഫാരി തങ്ങൾ ഖബറിനോടൊരു വഅള് പറഞ്ഞു കൊടുക്കുകയോ, ഖബറേ അത്തദ്രി മനില്ലതീ ജിഅനാ ബിആയിലേക്ക്. ഖബറേ, നിന്റെ വായറ്റകത്ത് ഞങ്ങൾ ഇറക്കി വെക്കുന്ന ജനാസ, നിന്റെ
വയറ്റിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്ന ജനാസ, അത് ആരുടെ ജനാസ എന്നറിയുവോ? ഖബറേ, സാധാരണ ഒരു വ്യക്തിയല്ല ഖബറേ. ഖബർ അവിടെ നിന്നും മിണ്ടുന്നില്ല. അബൂദറിൽ ഗഫാരി തങ്ങൾ വീണ്ടും ഖബറിനോട് വഅദ് പറഞ്ഞു കൊടുക്കുന്നു. ഖബറേ, നിന്റെ വായ്ക്കകത്ത് ഞങ്ങൾ വെക്കുന്ന ജനാസ, അത് ആരുടെ ജനാസ എന്നറിയോ? ഖബർ അവിടെ നിന്ന് മിണ്ടുന്നില്ല ഉമ്മാ, ഖബർ അവിടെ നിന്ന് മിണ്ടുന്നില്ല വാപ്പാ. അവിടെ നിന്ന് ഖബറിനോട് വീണ്ടും പറയുന്നു, ഖബറേ, നിന്റെ വായ്ക്കകത്ത് ഞങ്ങൾ വെക്കുന്ന ജനാസ ആരുടെ ജനാസ എന്നറിയുമോ? ഖബറേ, ഹാദാ ബിന്തു റസൂലില്ലാഹ്. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളാകുന്ന ഫാത്തിമയുടെ ജനാസയാണ് ഖബറേ. നിന്റെ വായ്ക്കകത്ത് ഞങ്ങൾ വെക്കുന്നത്. ഖബർ അവിടുന്ന് അപ്പോഴും മിണ്ടുന്നില്ല. വീണ്ടും അവിടുന്ന് ഖബറിനോട് വഅദ് പറഞ്ഞു കൊടുക്കുകയോ, ഖബറേ, ഇത് മുത്തു റസൂലുള്ളാഹിയുടെ മോളാണെന്ന് മാത്രമല്ല, വസൗജത്തു അലിയിൻ, മഹാനായ സയ്യിദുനാ അലിയാർ തങ്ങളുണ്ടല്ലോ, ആ അലിയാർ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ കൂടിയാണ് ഖബറേ. ഖബർ അവിടുന്ന് വീണ്ടും മിണ്ടുന്നില്ല. ഖബർ ഇങ്ങനെ നിശബ്ദത പാലിച്ചു കൊണ്ടിരിക്കുകയാ. അവിടുന്ന് മൂന്നാമതായി പറയുന്നു, ഖബറേ, ഖബറേ, നിന്റെ വായ്ക്കകത്ത് ഞങ്ങൾ വെക്കുന്ന ജനാസ ആരുടെ ജനാസ എന്നറിയുവോ? വ ഉമ്മു ഹസനി വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയാണ് ഖബറേ. ഖബർ അവിടുന്ന് മിണ്ടുന്നില്ല. അബൂദറുൽ ഗഫാരി തങ്ങൾ അവിടുന്ന് വഅദ് നിർത്തുകയാണ്. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ അവിടുന്ന് ഒരു അശരീരം ഇങ്ങനെ കേൾക്കുകയാ. ഖബർ ഇങ്ങനെ വിളിച്ചു പറയുന്നു, തങ്ങളെ, ഇവിടെ മുത്തു റസൂലുള്ളാഹിന്റെ മോളാണെന്ന് പറഞ്ഞത് കൊണ്ടോ, ഇവിടെ അലിയാർ തങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞത് കൊണ്ടോ, ഹസനി വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ തങ്ങളുടെ ഉമ്മയാണെന്ന് പറഞ്ഞത് കൊണ്ടോ ഈ ഖബറിൽ രക്ഷയില്ല തങ്ങളെ. ഖബർ അവിടെന്ന് പറയുകയാണ്, നല്ല നല്ല അമലുകൾ ചെയ്തു പോയിട്ടുണ്ടോ, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ, ആ ഖബറിൽ രക്ഷപ്പെട്ടു പോയി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുകയാ, അല്ലാഹുവേ, അത്രയും നല്ല മഹതിമാരുടെ ലിസ്റ്റിൽ ഞങ്ങളുടെ ഉമ്മമാരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറയുകയാണ്, എന്തേ പറഞ്ഞതെന്നറിയുവോ? ഖബറിൽ എങ്ങാനും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ എന്റെ സഅദ് രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം എന്തെന്നറിയുമോ? തന്റെ 30-ാമത്തെ വയസ്സിലാ മഹാനായ സയ്യിദുനാ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു തന്റെ 30-ാമത്തെ വയസ്സിലാ പരിശുദ്ധമായി ഇസ്ലാം സ്വീകരിക്കുന്നത്. 36-ാമത്തെ വയസ്സിലാ വെറും 6 വർഷമേ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിൽ നിലകൊണ്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. 6 വർഷമേ നിന്നിട്ടുള്ളൂ. അപ്പോഴേക്കും അല്ലാഹുവിന്റെ ഖളാഓടെ ഈ ലോകത്തോട് വിട വാങ്ങി പോകുകയാ. ഈ 6 വർഷം കൊണ്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടാക്കിയ പ്രവർത്തികൾ എന്തെന്നറിയുവോ? അല്ലാഹുവേ, അവരെ ഫോളോ ചെയ്യാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാ. ആ സ്വഹാബത്തിന്റെ കൂടെ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ
ഇരിക്കുമ്പോ പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് എഴുന്നേറ്റ് പോയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിട്ടിരിക്കുന്ന കമീസ് ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പെട്ടെന്ന് തന്നെ കമീസ് അങ്ങ് ഇടുകയാണ്. കമീസ് ഇട്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഓടുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഓടുകയാണ്. സ്വഹാബത്ത് അവിടെ നിന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ എന്തുവാ റസൂലേ പെട്ടെന്ന് ഇങ്ങനെ ഓടുന്നത്, എന്ത് പറ്റി ഹബീബേ? അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞു, വത്തറ സ്വഹാബാ സ്വഹാബാ സഅദ് ബിൻ മുആദ് ഈ ലോകത്തോട് വിട പറഞ്ഞ വാർത്ത നിങ്ങൾ അറിഞ്ഞില്ലേ സ്വഹാബാ? അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ മുത്തുനബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, എത്ര നബിയേ, അതിനെന്തേ നബിയെ അങ്ങ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഓടുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറഞ്ഞു, എത്ര സ്വഹാബാ, ഞാൻ സഅദ് ബിൻ മുആദിന്റെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടുകയാണ് സ്വഹാബാ. എനിക്ക് സഅദ് ബിൻ മുആദിന്റെ ജനാസ എനിക്ക് കുളിപ്പിക്കണം സ്വഹാബാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് വേഗം ഇങ്ങ് ഓടുകയാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സഅദ് ബിൻ മുആദ് കിടക്കുന്ന ജനാസയുടെ അടുത്തെത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, അതാ കടത്തിരിക്കുന്ന കട്ടിലിനടിയിലൂടെ വെള്ളമിങ്ങ് ഒഴുകുകയാ. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് സ്വഹാബത്തിനെ വിളിക്കുകയാണ്, സ്വഹാബാ സ്വഹാബാ നിങ്ങൾ കണ്ടില്ലേ സ്വഹാബാ, സ്വഹാബത്തേ ആ ഒഴുകി വരുന്ന വെള്ളമുണ്ടല്ലോ, സഅദ് ബിൻ മുആദ് തങ്ങളെ ജനാസ കുളിപ്പിച്ച വെള്ളമാണ് സ്വഹാബാ. അതാരാണ് സഅദ് ബിൻ മുആദ് തങ്ങളെ ജനാസ കുളിപ്പിച്ചത് ആരെന്നറിയുവോ സ്വഹാബാ? ഇല്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, വാനലോകത്തിൽ നിന്ന് 70,000 മാലാഖമാര് കടന്നു വന്നുകൊണ്ട് മഹാനായ സഅദ് ബിൻ മുആദിന്റെ ജനാസങ്ങ് കുളിപ്പിക്കുകയാണ് സ്വഹാബാ. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ അർശ് പോലും ഇങ്ങ് കുലുങ്ങുകയാണ്. സഅദ് ബിൻ മുആദ് ഈ ലോകത്തോട് വിടവാങ്ങി എന്നുള്ള വാർത്ത അറിയുമ്പോ അല്ലാഹുവിന്റെ അർശ് പോലും കിടുകിടാ വിറച്ചു പോയി. ആകാശം വാവിട്ട് കരയുകയാ, ഭൂമി വാവിട്ട് കരയുകയാ. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പോകുകയാണ്. ജനാസയെ കൂടെ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ പോകുകയാ. ജനാസയുടെ കൂടെ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ പോകുകയാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് തള്ളവിരലുകൾ ഇങ്ങനെ വെച്ചിട്ടേ പോകുന്നതുള്ളൂ, നേരെ കാലിങ്ങനെ വെക്കുന്നില്ല. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ് എന്ത് പറ്റിപ്പോയി നബിയേ, എന്ത് പറ്റിപ്പോയി നബിയേ, അങ്ങ് ഇങ്ങനെ മാത്രമാണല്ലോ കാല് വെച്ച് പോകുന്നത്, ശരിക്കും കാല് പതിക്കുന്നില്ലല്ലോ നബിയേ, എന്ത് പറ്റിപ്പോയി ഹബീബേ? അവിടെ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ സ്വഹാബാ സ്വഹാബത്തേ, സഅദ് ബിൻ മുആദിന്റെ ജനാസ അനുഗമിക്കാ, സഅദ് ബിൻ മുആദിന്റെ ജനാസ കൊണ്ടുപോകുവാ അല്ലാഹുവിന്റെ മാലാഖമാരുണ്ടായിരുന്നു. നബി മുഹമ്മദ് മുസ്തഫ മാലാഖമാരും ഫുള്ളും നിറച്ചും മാലാഖമാരാ. അതുകൊണ്ട് ഞാൻ നടക്കുമ്പോ അവരങ്ങ് ചവിട്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ടാണ് സ്വഹാബത്തേ ഞാനിങ്ങനെ തള്ളവിരൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടന്നത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖബർ നമ്മളെ വിളിച്ചു പറയുന്ന വാക്കെന്തെന്നറിയുവോ? ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും നിങ്ങളെയും ആ ആരുടെ മണ്ണാകുന്ന ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുവല്ലോ. 3 പിടി മണ്ണ് വാരിയിട്ടിട്ട് നമ്മുടെ കൂട്ടുകുടുംബങ്ങളും നമ്മുടെ മക്കളും പള്ളിക്കാട്ടിൽ നിന്ന് തിരിച്ചു വരുമല്ലോ.
ആ സമയത്തൊരു മലക്ക് നമ്മുടെ ഖബറിലേക്ക് കടന്നു വരുമല്ലോ. ഇസ്മുഹു റൗമാൻ. റൗമാൻ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നുകൊണ്ട് അവിടുന്ന് എന്നോട് നിങ്ങളോട് ചോദിക്കുമല്ലോ, ഉക്തുബ് അമലക, നീ ചെയ്ത അമലുകൾ, നീ നൽകിയ പ്രവർത്തനങ്ങൾ, നീ ചെയ്ത സൽക്രമങ്ങൾ അവിടെ നിന്ന് എഴുതാൻ വേണ്ടിയിട്ട് റൗമാൻ എന്ന് പറയുന്ന മാലാഖ നമ്മളോട് പറയുമ്പോ ഞാനും നിങ്ങളും അവിടെ നിന്ന് പറയുമല്ലോ, റബ്ബേ എന്റെ കയ്യിൽ എഴുതാൻ പേനയില്ല അല്ലാ, എന്റെ കയ്യിൽ എഴുതാൻ പേപ്പറില്ല അല്ലാ. അവിടുന്ന് നമ്മൾ പറഞ്ഞു പോകുമല്ലോ. ആ സമയത്ത് മലക്കാകുന്ന റൗമാൻ എന്ന് പറയുന്ന മാലാഖ അവിടുന്ന് നമ്മളോട് പറയുന്നത് എന്താ? നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കഫം പുടവയുണ്ടല്ലോ, വെള്ള നിറമുള്ള വെള്ള നിറമുള്ള ആ കഫം പുടവയുണ്ടല്ലോ, അവിടുന്ന് റൗമാൻ എന്ന മലക്ക് പറയുകയാ, ആ കഫം പുടവയുണ്ടല്ലോ അത് നീ പേപ്പറാക്കണേ. ആ സമയത്ത് അവിടുന്ന് പറയുകയാണ്, പേപ്പർ കിട്ടിയപ്പോ നമ്മൾ അവിടുന്ന് പറയുകയോ എഴുതാൻ പേനയില്ല അല്ലാ. ആ സമയത്ത് പറയുന്നു, നിന്റെ ഈ ചൂണ്ടുവിരലുണ്ടല്ലോ, നിന്റെ ഈ ചൂണ്ടുവിരലുണ്ടല്ലോ, ആ ചൂണ്ടുവിരൽ പേനയാക്കണം മോനെ. അവിടുന്ന് പറയുകയാ, എനിക്ക് എഴുതാൻ മഷിയില്ലല്ലോ, നിന്റെ ഉമിനീര് മഷിയാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്മയും തിന്മയും അവിടെ നിന്ന് എഴുതിപ്പിക്കുമല്ലോ. അല്ലാഹുവേ ഖബറിന്റെ അദാബുകളെ തൊട്ട് കാക്കണേ അല്ലാ, ഖബറിന്റെ ക്ലേശങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അവിടുന്ന് ഖബർ വിളിച്ചു പറയുകയാ, അന ബൈത്തുൽ വഹ്ദാ അന ബൈത്തുത് തുറാബ്. ഞാൻ ഏകാന്തതയുടെ വീടാ, ഞാൻ വിജനതയുടെ വീടാ, ഞാൻ ഭയപ്പെടുത്തുന്ന വീടാ. ഖബർ അവിടുന്ന് വിളിച്ചു പറയുകയാണ്, ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ വിജനതയുടെ വീടാണ്, ഞാൻ ഭയപ്പെടുത്തുന്ന വീടാ. ആ ഖബറിൽ നമ്മൾക്ക് രക്ഷ വേണോ? നല്ല നല്ല അമല് ചെയ്തിട്ടുണ്ടോ? രക്ഷപ്പെട്ടു പോയി. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു പോയെങ്കിൽ അല്ലാഹുവേ ആ ഖബർ ജീവിത റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാ. അതുകൊണ്ട് എന്നാണ് എപ്പോഴാണ് നമ്മൾ മരിച്ചു പോകുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ എന്ത് പ്രവർത്തിക്കുമെന്ന്, നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന്, നാളെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഏർപ്പെടുമെന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റൂലല്ലോ. പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തി തരുകയാണ്, വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. നാളെ നമ്മൾ മരിച്ചു പോകുവോ അതോ നാളെ നമ്മൾ ജീവിച്ചിരിക്കുവോ എന്ന് പറയാൻ നമുക്ക് നിമിത്തമല്ലല്ലോ. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും നീ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ഖബറിനെ കുറിച്ച് ആലോചിക്കാനും ഖബറിനെ കുറിച്ച് ചിന്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആ ഖബറിൽ രക്ഷ ലഭിക്കണോ? ആ ഖബറിൽ രക്ഷ ലഭിക്കണോ? ആ ഖബറിൽ രക്ഷ ലഭിക്കണോ? പ്രിയപ്പെട്ടവരെ, മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാ. മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഖബറിൽ നമ്മൾക്ക് രക്ഷ വേണോ? ഖബറിൽ നമ്മൾ രക്ഷപ്പെടണോ? എന്നാൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ. സൂറത്തുൽ മുൽക്കൊക്കെ നിങ്ങൾ പാരായണം ചെയ്തതിന് അല്ലാഹു കുട്ടി വേണം.
സൂറത്തുൽ മുൽക്കൊക്കെ നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഖബറിന്റെ ശിക്ഷകളെ തൊട്ടും ഖബറിന്റെ ക്ലേശങ്ങളെ തൊട്ടും ഖബറിന്റെ പരീക്ഷണങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഖബറിന്റെ ശിക്ഷയെ തൊട്ട് അള്ളാഹു നമുക്ക് മോചനം നൽകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തേത് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലൂടെ ഒരു ബക്കറ്റ് കടന്നു വരും. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഖബറിൽ നിങ്ങൾക്ക് രക്ഷ വേണോ? രണ്ടാമത്തെ രക്ഷ അള്ളാഹിന്റെ ഹബീബ് പറയുന്നത് നിങ്ങൾ ധാരാളം സ്വതക്കകൾ വ്യാപിപ്പിക്കണേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യസമയത്ത് ബക്കറ്റും എടുത്ത് അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങളെ മുമ്പിലേക്ക് ഒരു ബക്കറ്റ് കടന്നു വരുമ്പോ മനസ്സിലുള്ള മുറാദുകളൊക്കെ അതിൽ വെച്ചുകൊണ്ട് റബ്ബേ ഈ സ്വതക്ക ചെയ്യുമ്പോ അല്ലാഹ് എന്റെ മാതാപിതാക്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് റബ്ബേ, അവിടെ ഖബർ ജീവിത റാഹത്തിലാക്കാൻ സന്തോഷത്തിലാക്കാൻ കൂടുതൽ ചെറുപ്പക്കാരന്മാരായതുകൊണ്ട് വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നല്ല നിയ്യത്ത് വെച്ചോളിയും സോലിഹായ കുട്ടികളെ കിട്ടാൻ വേണ്ടി. അപ്പോ ആ ബക്കറ്റിലേക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് എന്തുവാണോ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഹലാലായ എല്ലാവിധ ആഗ്രഹവും അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ള പറയുകയാണ് സ്വദഖത്തു റദ്ദുൽ ബലായാ, സ്വദഖ എന്നുള്ളത് ദാനധർമ്മം എന്നുള്ളത് വിപത്തുകളെ തട്ടിമാറ്റും നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് റബ്ബേ അതിലേക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നീ എന്തുവാണോ പകൽ വെളിച്ചം പോലെ ഞങ്ങളെക്കാൾ പകലും വെളിച്ചം പോലെ അറിയുന്നവൻ നീയാണല്ലോ അല്ലാഹ്. റാഹത്താക്കണേ അല്ലാഹ്, സന്തോഷമാക്കണേ അല്ലാഹ്. മൺമറഞ്ഞു പോയവരുടെ ഖബർ ജീവിതം പ്രഭാപൂരിതമാക്കണേ അല്ലാഹ്. അതുകൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറയുകയോ ഖബറിൽ നിങ്ങൾക്ക് രക്ഷ വേണോ? ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണേ. സൂറത്തുൽ മുൽക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ. 2 ധാരാളം സ്വതക്കുകൾ നിങ്ങൾ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ഒരുപാട് ദിക്റുകളും മറ്റു കാര്യങ്ങളും നന്മകളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അല്ലാഹ് അല്ലാഹ് എന്നുള്ള ചിന്തയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണേ എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. 1 പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക, 2 ധാരാളം സ്വതക്കുകൾ ചെയ്യുക, 3 ഒരുപാട് ദിക്റുകളും അമലുകളും ചെയ്യുക. അല്ലാഹുവേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ സുജൂദ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് സ്വഹാബത്ത് അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ സ്വർഗ്ഗം കൊണ്ട് അങ്ങക്ക് സന്തോഷ വാർത്ത അറിയിച്ചതാണല്ലോ ഹബീബേ, പിന്നെയും അങ്ങ് എന്തിനാണ് ഹബീബേ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഹബീബേ? എന്തേ റസൂലേ? നിസ്കരിച്ച് റസൂലുള്ളാന്റെ കാലിങ്ങനെ തഴമ്പിച്ചു പോയിരിക്കുകയാ, റസൂലുള്ളാന്റെ കാലിൽ ഇങ്ങനെ നീര് വന്നിരിക്കുകയാ. ആ സമയത്താണ് സ്വഹാബത്ത് ചോദിക്കുന്നത്, നബിയേ എന്തുവാ റസൂലേ, അങ്ങായിക്ക് അല്ലാഹു സ്വർഗ്ഗം ഉറപ്പിച്ചതാണല്ലോ നബിയേ യാ റസൂലല്ലാഹ്, പിന്നെയും അങ്ങെന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത് നബിയേ? പിന്നെയും അങ്ങെന്തിനാണ് ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹബീബേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, സ്വഹാബാ അഫലാ അകൂന അബ്ദൻ ശുകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ സ്വഹാബാ. നമുക്ക് അല്ലാഹു ആരോഗ്യം നൽകിയല്ലോ, നമ്മുടെ കൈകൾക്ക് അല്ലാഹു ഒരു പ്രശ്നം നൽകിയിട്ടില്ല, നമ്മുടെ കാതുകൾക്ക് അല്ലാഹു ഒരു പ്രശ്നം നൽകിയിട്ടില്ല, നമ്മുടെ കണ്ണുകൾക്ക് അല്ലാഹു ഒരു പ്രശ്നം നൽകിയിട്ടില്ല, സംസാര ശേഷി അല്ലാഹു നൽകിയിട്ടുണ്ട്, നമ്മളെ അല്ലാഹു ഊമയാക്കിയിട്ടില്ല. അല്ലാഹു എല്ലാവിധ നിഅമത്തുകളും നമ്മൾക്ക് നൽകിയിട്ട് അല്ലാഹ്ക്ക് വേണ്ടി ഒന്ന് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടോ? ഉമ്മമാരോട് ഉപ്പമാരോട് രക്ഷിതാക്കളോടൊരു ഗൗരവ
ഗൗരവത്തോടൊരു കാര്യം ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തുകയാ. ഇന്ന് 10ാം ക്ലാസ്സിലും +2ലും പഠിക്കുന്ന നമ്മുടെ ആത്മാർത്ഥമായിട്ട് ഉമ്മമാരും ഉപ്പമാരും ചെറുപ്പക്കാരും മക്കളൊക്കെ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. ആരുടെയെങ്കിലും ഒരാളുടെ ആമീൻ അല്ലാഹു സ്വീകരിച്ചാൽ മതി നമ്മളെ രക്ഷപ്പെടാൻ. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആമീൻ പറയണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമറഹീമായ രാജാതി രാജനായ രാജസയ്യിദായ എല്ലാമുൽ ഗയൂബായ കരുണക്കടലായ കരുണാവാരിധിയാകുന്ന ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അജയ്യനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ മജ്ലിസ് നൂർ, അതുപോലെ തന്നെ പരിശുദ്ധമായ യാസീൻ സൂറത്ത്, ഇഖ്ലാസ്, മുഅവ്വദത്തൈൻ, ഫാത്തിഹ സൂറത്ത് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നീ ലൈവായി കൊണ്ട് എത്തിക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ വല്യപ്പമാര്, ഞങ്ങളുടെ വല്യമ്മമാര്, വിശിഷ്യ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരുടെ ആരുടെയെങ്കിലും ഉമ്മമാര്, ഉപ്പമാര്, മക്കള്, കൂട്ടുകുടുംബങ്ങള് ആരെങ്കിലും മൺമറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ, പ്രത്യേകിച്ച് ഈ പരിപാടി നടക്കുന്ന ഈ സ്ഥലത്തിന്റെ ഉടമ ഇന്നാരുടെ മണ്ണാകുന്ന കബറിലാണ് റബ്ബേ. അദ്ദേഹത്തിന്റെ കബറിലേക്കും ഇതിന്റെ മിഥില സവാബിനെ നീ എത്തിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഇതുപോലെയുള്ള നന്മക്ക് വേണ്ടിയിട്ട്, ഇതുപോലെയുള്ള നന്മ ചെയ്യുന്ന ഈ മജ്ലിസിന് വേണ്ടിയിട്ട് സ്ഥല സൗകര്യം തയ്യാറാക്കി കൊടുത്തവരാ, സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ഖബർ ജീവിതം പ്രഭാപൂരിതമാക്കണേ അല്ലാഹ്. രോഗം ശിഫയാകാൻ വേണ്ടിയിട്ട് റബ്ബേ നീ ശിഫ നൽകണേ അല്ലാഹ്. എന്ത് രോഗമാണോ പ്രയാസമുള്ളതെങ്കിൽ നീ ശിഫ നൽകണേ അല്ലാഹ്. ഉമ്മയുടെ അസുഖം ഭേദമാകാൻ വേണ്ടിയിട്ട് റബ്ബേ ഉമ്മാടെ രോഗങ്ങൾ നീ ശിഫ നൽകണേ അല്ലാഹ്. അവർക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മമാരാണ് ഞങ്ങളുടെ ആവേശം, ഞങ്ങളുടെ ഉപ്പമാരാണ് ഞങ്ങളുടെ ആവേശം, ഞങ്ങളുടെ ഉസ്താദുമാരാണ് ഞങ്ങളുടെ ആവേശം. അവർക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാ ഞങ്ങൾക്ക് അല്ലാഹുവേ സഹിക്കാൻ പറ്റൂല റബ്ബേ. അവർക്ക് നീ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. മുറാദ് ഹാസിലാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹുവേ, എന്തുവാണോ മുറാദെങ്കിൽ റബ്ബേ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. സുഖപ്രസവത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ റബ്ബേ നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. പ്രയാസപ്പെടുത്തല്ലേ റബ്ബേ, ബുദ്ധിമുട്ടിലായിട്ടല്ലേ അല്ലാഹ്, പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. ആരോഗ്യത്തോടു കൂടെ പ്രസവിക്കാനും ആ കുഞ്ഞിനും ആ ഉമ്മക്കും നീ അല്ലാഹുവേ ആരോഗ്യം നൽകണേ അല്ലാഹ്. ഉപ്പയുടെയും ഉമ്മയുടെയും പേരിൽ ദുആ ചെയ്യാൻ അല്ലാഹുവേ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ആരാണോ ഈ വസിയത്ത് പറഞ്ഞതെങ്കിൽ അവരും നാളെ മരണപ്പെട്ടു പോയാ അവർക്ക് വേണ്ടി ദുആരിക്കുന്ന മക്കളെ കൊടുക്കണേ അല്ലാഹ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ കൊടുക്കണേ അല്ലാഹ്. അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുന്ന മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഉപ്പക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹ്, ഉപ്പയുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയും അല്ലാഹ് കാൽമുട്ട് വേദനമായി പ്രയാസത്തിലാണ് റബ്ബേ, വല്ലാത്ത വേദനയിലാണ് റബ്ബേ. എന്നിട്ടും മക്കൾക്ക് വേണ്ടി മക്കളെ പോറ്റി വലുതാക്കാൻ വേണ്ടിയിട്ട്, പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട്, കടങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട്, വീട്ടിലത്തെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ആ കാല് വെച്ചുകൊണ്ട് പടച്ച റബ്ബേ പണിക്ക് പോകുന്നവരാ. ഈ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. ഉപ്പമാരെന്ന് പറയുമ്പോ വല്ലാത്തവരാ, വല്ലാത്ത പവറാണ് അവർക്ക്. ഉമ്മമാരെന്ന് പറയുമ്പോ അവരോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ അവര് പെട്ടെന്ന് പൊട്ടിക്കറിയുമല്ലോ.
എന്തെങ്കിലും ഒരു പ്രയാസം ഉമ്മച്ചിയോട് നമ്മൾ തുറന്നു പറയുമ്പോൾ നിഷ്കളങ്ക മനസ്സാണല്ലോ നമ്മുടെ ഉമ്മമാർക്ക്, ഒന്നും സഹിക്കാൻ പറ്റൂലല്ലോ. പെട്ടെന്ന് അവരുടെ ഹൃദയം പൊട്ടിക്കരയുകയാ. ഉപ്പമാരെന്ന് വെച്ചാ എല്ലാ സങ്കടങ്ങളും മനസ്സിലങ്ങ് കൂട്ടിവെക്കുകയാ. ആരുമില്ലാത്തൊരിടത്ത് പോയിട്ട് ഉപ്പമാര് പൊട്ടിക്കരയുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ഉപ്പക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഉമ്മക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണേ. അവരുടെ പൊരുത്തം നമുക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം നമ്മൾ വിജയിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാ. ഉപ്പമാരെന്ന് വെച്ചാ നമ്മുടെ മനസ്സിനുള്ള മനസ്സ്. ഉപ്പയോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ, ഉപ്പ നമ്മളോട് എതിർത്ത് പറഞ്ഞാലും ഉപ്പാടെ മനസ്സിലൊരു സങ്കടം ഉണ്ടാകുമല്ലോ. ഉപ്പ എന്ന് പറയുമ്പോ ആരാരുമില്ലാത്ത സമയത്ത് പൊട്ടിക്കരയുന്നവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ തലേന്ന് അന്ന് രാത്രി എന്റെ ഉപ്പ ആദ്യമായിട്ട് കരയുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടത് അന്നാ. എന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അന്നത്തെ ആദ്യ രാത്രിക്ക്, അന്ന് രാത്രി എന്റെ എല്ലാ വീട്ടിൽ നിന്ന് എല്ലാവരും പരിപാടി കഴിഞ്ഞിട്ട് പോകുകയാ. ഞാനുണ്ട്, എന്റെ ഉമ്മയുണ്ട്. പെട്ടെന്ന് ഉപ്പ ഇങ്ങനെ വിളിക്കുകയാ ഞങ്ങളെ റൂമിലേക്ക്. ഉപ്പ ഇങ്ങനെ പൊട്ടിക്കരയുകയാ. ഒരു വാപ്പാടെ നെഞ്ച് പൊട്ടിപ്പോയ കരച്ചിൽ എന്റെ ജീവിതത്തിൽ കണ്ടത് ഞാൻ അന്നാ. ഉപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, ഉമ്മമാരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മ പറയുന്നു, നിങ്ങൾ സങ്കടപ്പെടല്ലേ. ഉപ്പ പറയുകയാ, ഇന്നവരെ എന്റെ മോള് എന്റെ വീട് വിട്ട് വേറൊരു വീട്ടിലേക്ക് അങ്ങനെ പോകാറില്ല. അവളവിടെ സന്തോഷിക്കുന്നുണ്ടോ റബ്ബേ? അവളവിടെ ഉറങ്ങിയിട്ടുണ്ടോ? ഉപ്പനെ ആലോചിച്ചിരിക്കുന്നുണ്ടോ? ഉമ്മൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ? ഉപ്പ ഇങ്ങനെ വാവിട്ട് കൊണ്ട് കരയുകയാണ്, എനിക്ക് ഇപ്പോൾ തന്നെ പോകണം, എനിക്ക് ഇപ്പോൾ തന്നെ പോകണം. ഞാനും എൻ്റെ ഉമ്മയും ഇങ്ങനെ സമാധാനിപ്പിച്ചു. ഉപ്പ രാവിലെ ആകട്ടെ ഉപ്പ, നമ്മൾ അങ്ങോട്ട് തന്നെയാണല്ലോ പോകുന്നത്. അതുകൊണ്ട് എല്ലാ ഉപ്പമാരും ഇങ്ങനെ തന്നെയാണ് ഉമ്മമാരെ, ഇങ്ങനെ തന്നെയാ വാപ്പമാരെ. അവര് മനസ്സിനകത്ത് വേദന ഇങ്ങനെ സഹിച്ച് വെക്കുകയാ. പക്ഷേ ചില ഘട്ടങ്ങൾ അറിയാതെ അത് പൊട്ടിപ്പോകുകയാ. അല്ലാഹ് നീ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. വിദേശത്താണ് റബ്ബേ, അല്ലാഹുവേ ജോലിയിൽ നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. വിദേശങ്ങളിലുള്ള ഞങ്ങളുടെ പാവപ്പെട്ട പ്രവാസികളുണ്ട് റബ്ബേ, ഞങ്ങളെ കൂട്ടുകാരന്മാരുണ്ട്, അയൽവാസികളുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെയൊക്കെ ജോലിയിൽ നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ഉസ്താദേ, അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് റബ്ബേ, എന്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിന്റെ ഒരു കുടുംബക്കാര് ദുആരിക്കാൻ വേണ്ടി പറഞ്ഞതാ. അല്ലാഹുവേ 8 മാസമായി വിദേശത്തേക്ക് പോയിട്ട് അവിടെ ഒരു ജോലിയും ശരിയായിട്ടില്ല. അല്ലാഹ് നീ ജോലി നല്ലൊരു ജോലി നീ അവർക്ക് നൽകണേ അല്ലാ. അതുപോലെ തന്നെ ലൈസൻസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അവിടെ, അതും ശരിയാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാ. സോലിഹായ മക്കളുണ്ടാകാൻ വേണ്ടി ഒരു സഹോദരി ദുആ ചെയ്യാ. റബ്ബേ സോലിഹായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയ മക്കളൊക്കെ നീ സോലിഹീങ്ങളാക്കണേ അല്ലാ. അതുപോലെ തന്നെ വീട് പണി പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ റബ്ബേ. അല്ലാഹുവേ കുറച്ച് മുമ്പ് ഫോൺ നോക്കിയപ്പോഴും ഒരു വസിയത്ത് കണ്ടു റബ്ബേ. ഇതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടാണ് റബ്ബേ. അല്ലാഹുവേ വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട്, ബാക്കി നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നിന്നെ കണ്ട് തുടങ്ങിയതാണ് റബ്ബേ, നീ വിജയിപ്പിക്കണേ അല്ലാ. കടങ്ങള് വരുത്തല്ലേ റബ്ബേ, കടങ്ങള് വരുത്തല്ലേ അല്ലാ. ഞങ്ങള് വീട് പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുന്നത് വരെ ഒരു പ്രയാസവും വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ് ഒരു സഹോദരൻ. അസുഖം പെട്ടെന്ന് ശിഫയാകാൻ വേണ്ടി ദുആ ചെയ്യാ റബ്ബേ. എന്തുവാണോ ഓപ്പറേഷൻ എന്ന് നിനക്കേ അറിയുള്ളൂ റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാ. അതുപോലെ തന്നെ എൻ്റെ അളിയന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ആൾ ഇതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും നീ കാത്തി രക്ഷിക്കണേ അല്ലാ. മുറാദ്
മനസ്സിലാകാൻ വേണ്ടി ഒരു സഹോദരി കോഴിമുട്ട അല്ലാഹുവേ എന്തുവാണോ മുറാദെങ്കിലും നീ മനസ്സിലാക്കി കൊടുക്കണേ അല്ലാ, നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ, പ്രയാസപ്പെടുത്തല്ലേ റബ്ബേ. ഭാര്യയുടെ അസുഖം മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹുവേ എന്തുവാണോ അസുഖമെങ്കിലും നീ ശിഫ നൽകണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ ഇതിലേറെ സന്തോഷത്തിലും റാഹത്തിലുമായി ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, വിഷമങ്ങൾ മാറ്റണേ അല്ലാ, പ്രതിസന്ധികൾ മാറ്റണേ അല്ലാ. ഇതിനു വേണ്ടി സൗകര്യം തയ്യാറാക്കി കൊടുത്ത ഈ ഭവനത്തിൽ ആളുകൾ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പഠിച്ചോനെ സ്വർഗ്ഗം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എത്രയോ ആളുകൾ 12, 18, 20 കൊല്ലങ്ങളായി ഒരു കുഞ്ഞിക്കാല് കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ ഞങ്ങളോട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. അല്ലാ, ഒരു ഉമ്മയാകാൻ ഒരു വാപ്പയാകാൻ അവർക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അതുപോലെ തന്നെ ഇന്ന് ഈ മജ്‌ലിസിലേക്ക് ചീരിന് നൽകിയ ആള്, ഭക്ഷണവുമായി ചീരിന് നൽകിയവരാ, അവർക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാ. പ്രയാസപ്പെടുത്തല്ലേ റബ്ബേ. അവിടെ ജോലികളിൽ നീ ഹൈറും ബർക്കത്തും നൽകണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിയ വീട് എന്തൊരു സുഭിക്ഷമായ ഭക്ഷണമാണ് റബ്ബേ. അല്ലാ, സ്വർഗ്ഗം നൽകണേ അല്ലാ. ഞങ്ങൾ ഈ ദുനിയാവിൽ ഭക്ഷിപ്പിച്ചതിന്റെ കാരണത്താൽ നാളെ സ്വർഗീയ ആരാമത്തിലുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും നീ കുടിപ്പിക്കണേ അല്ലാ, നീ കഴിപ്പിക്കണേ അല്ലാ. ഇതിന്റെ സംഘാടകരാകുന്ന ആളുകൾ റബ്ബേ, അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. SKSSFന്റെ ചുറുചുറുക്കുള്ള മക്കളാണ് റബ്ബേ. SKSSFന് വേണ്ടി പ്രവർത്തിക്കുന്ന മക്കളാണ് റബ്ബേ. അല്ലാ, അവരെ നിലനിർത്തണേ അല്ലാ. ആരുടെ മുമ്പിലും അല്ലാഹു നൽകിയ ആരോഗ്യം വെച്ചുകൊണ്ട്, അല്ലാഹു നൽകിയ ഇസ്സത്ത് വെച്ചുകൊണ്ട് ആരുടെ മുമ്പിലും പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ള ചങ്കുറപ്പ് ആണത്വം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ദീന് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ആരോഗ്യം നൽകണേ അല്ലാ. പടച്ച റബ്ബേ, രോഗങ്ങളുള്ളവരാ ഞങ്ങൾ, രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. ഇന്നും ഇന്നലേക്കുമായിട്ട് ഭയങ്കരമായ പനിയായിരുന്നു റബ്ബേ. കുറച്ച് ദിവസമായി പനിയൊക്കെ ആയിട്ട് വല്ലാത്ത പ്രയാസമാണ് അല്ലാ. അപ്പോഴും നമ്മുടെ ഉമ്മമാര് മോനെ പരിപാടിയുള്ളതല്ലേ, അതുകൊണ്ട് മോനെ ചുക്ക് കാപ്പി കഴിക്കുമോനെ, കുടിക്കുമോനെ, ചൂടുവെള്ളം കുടിക്കുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത്രത്തോളം ശുശ്രൂഷിച്ചൊരാളുണ്ടെങ്കിൽ അത് നമ്മുടെ ഉമ്മയാ. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ, അവിടെ ഉപ്പക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ഉമ്മക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഉന്നതമായ പദവികൾ കൊടുക്കണേ അല്ലാ. ഓനൊക്കെ രോഗികളാണ് റബ്ബേ. എപ്പോഴും ഈ ശ്വാസമുട്ടുകൾ കൊണ്ടോ അതുപോലെ തന്നെ അലർജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ. അവരുടെ കുടുംബങ്ങളിലൊക്കെ രോഗികളുണ്ടെങ്കിൽ നീ ശിഫ നൽകണേ അല്ലാ. ദീനിന്റെ ഹാദിമാക്കണേ അല്ലാ. അവിടുത്തെ ഉമ്മയുടെയും വാപ്പയുടെയും ഏറ്റവും വലിയൊരു അഭിലാഷമാണ് തന്റെ മോനൊരു ആലിമായി കാണണമെന്നുള്ളത്, ദീനീ പ്രബോധകനായി കാണണമെന്നുള്ളത്. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ ഉള്ളവരെ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. എന്റെ കൂടെ വന്ന എന്റെ പ്രിയപ്പെട്ട അലിയന്, അതുപോലെ തന്നെ എന്റെ സഹോദരി, എന്റെ പെങ്ങന്മാര്, അവർക്കൊക്കെ നീ ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. അവരുടെ ഒരു അഭിലാഷമാണ് എപ്പോഴും പരിപാടികൾ ഉണ്ടാകുമ്പോ ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്, കണ്ണൂർ ഭാഗത്തേക്ക്, കാസർഗോഡ് ഭാഗത്തേക്ക്, അല്ലെങ്കിൽ അങ്ങോട്ട് വളാഞ്ചേരി മലപ്പുറം ഭാഗത്തേക്ക്, ഇവിടെ അടുത്ത്
എന്റെ നാടിന്റെ പ്രദേശമാകുന്ന ഈ അടുത്തേക്ക് വരുമ്പോ അവരൊരു ആവശ്യം പറഞ്ഞതാണ്, ഞങ്ങളെയും കൊണ്ടുപോകുവോ എന്നുള്ളത്. വേറൊരു ആഗ്രഹമല്ല റബ്ബേ, ഇൽമ് കേൾക്കണമെന്നുള്ളതാ. അല്ലാ, പഠിക്കുന്നവരാണ് റബ്ബേ, ഡിഗ്രിയും മറ്റു അതുപോലെ തന്നെ ഹാദിയ പോയുള്ള കോഴ്സുകൾ പഠിക്കുന്നവരാ. ഉന്നതമായ വിജയം നൽകണേ അല്ലാ. വിവാഹ പ്രായമെത്തിയവരാ, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ഞങ്ങൾക്കും അതിന്റെ ടൈമാകുന്ന സമയത്ത് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ഒരുപാട് ഇനിയും ഞങ്ങളുടെ മനസ്സിനകത്ത് ഒരുപാട് വസിയത്തുകൾ ഇനിയുണ്ട് റബ്ബേ. എല്ലാതും ഞങ്ങളെ മനസ്സിനകത്ത് വെച്ചുകൊണ്ട് നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണല്ലാ. അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യക്ഷൻ ഉസ്താദ്, ഈ പള്ളിയുടെ ഇമാമ്, അതുപോലെ തന്നെ ഞങ്ങളെ ഉസ്താദിന്റെ ഒക്കെ ശിഷ്യനും, അതുപോലെ തന്നെ ഞങ്ങൾക്കൊക്കെ നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ തരുന്നവരാണ് റബ്ബേ. അവർക്കൊക്കെ നീ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അവരും ഞങ്ങളൊക്കെ പഠിക്കുന്ന ഇൽമുകളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളുടെ പദവി ഉയർത്തണേ അല്ലാ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ എന്റെ വല്യപ്പ റബ്ബേ, പെട്ടെന്നുള്ള മരണമായിരുന്നു അല്ലാ. കുടുംബത്തിന് ക്ഷമ നൽകണേ അല്ലാ, മക്കൾക്ക് ക്ഷമ നൽകണേ അല്ലാ. മക്കളെ പോയിട്ട് ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാ, പോകുകയാ. കുറച്ചു കഴിഞ്ഞപ്പോ വിളിക്കുകയാ, ഇന്നാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്നാൻ എന്ന് പറയുന്ന ആൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാ, പെട്ടെന്നുള്ള മരണമായിരുന്നു, അപകട മരണമായിരുന്നു. ഷഹീദിന്റെ കൂലി നൽകണേ അല്ലാ, ഷഹീദിന്റെ കൂലി നൽകണേ അല്ലാ. തലയിലൂടെ അല്ലാഹുവേ വണ്ടി അങ്ങ് കേറുകയാണ് റബ്ബേ. എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും ആ സമയത്ത്, എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും ആ സമയത്ത്. റബ്ബേ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി നൽകണേ അല്ലാ. റസൂലുള്ള പറയാണ്, ഒരു മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ അവന്റെ ദേഹത്ത് ഒരു ഈച്ചിരുന്നാൽ പോലും അവനക്ക് അതിന്റെ വേദന സഹിക്കാൻ പറ്റില്ലെന്നാണ്. അപ്പൊ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. പടച്ചോനെ, സ്വർഗ്ഗം നൽകണേ അല്ലാ. ജീവിതകാലത്ത് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ, ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പുറത്തു കൊടുക്കണേ അല്ലാ. ഖബർ ജീവിത റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളൊക്കെ നല്ല നിലക്ക് എത്തിച്ചു, പേരമക്കളൊക്കെ നല്ല നിലക്ക് പഠിപ്പിച്ചു, ആലിമീങ്ങളാക്കി. അല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു മയ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇമാമായി നിസ്കരിക്കുന്നത് അതെന്റെ വല്യപ്പാന്റെ ജനാസയാണ് റബ്ബേ. കൈകളും കാലുകളും ഇങ്ങനെ വിറക്കുകയാണ്. അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. അവരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച് വലുതാക്കിയതിന്റെ പ്രതിഫലമായി അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ, അവർക്ക് വേണ്ടി അല്ലാഹുവേ ഞങ്ങളെ ഗ്രൂപ്പുകളാകുന്ന, ഞങ്ങളെ പ്രഭാഷണത്തിന്റെ ഗ്രൂപ്പുകളാകുന്ന ഗ്രൂപ്പുകളിൽ അവർക്ക് വേണ്ടി തഹ്ലീൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി ഖത്മുൽ ഖുർആൻ ഏറ്റെടുത്തവരുണ്ട് റബ്ബേ. 5ഓളം ഖത്മുകൾ കഴിഞ്ഞു എന്നറിയിച്ചവരുണ്ട് റബ്ബേ. നീ ഏറ്റെടുത്തവർക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. 7 ലക്ഷത്തോളം തഹ്ലീലുകൾ ചൊല്ലി തീർത്തിട്ടുണ്ട് എന്ന് അല്ലാഹുവേ അറിയിച്ചിട്ടുണ്ട് റബ്ബേ. അതാരാണോ അവരെ ആരാണോ അവരുടെ അഡ്രസ്സുകളും എല്ലാം അറിയുന്നവരും നീയാണ് റബ്ബേ. ഞങ്ങളാകുന്ന പേരമക്കൾക്ക് കൊടുക്കാൻ കഴിയുന്നത് ഇതുപോലെയുള്ള മജ്‌ലിസുകളുടെ ദുആയോ, അതുപോലെ തന്നെ റബ്ബേ 1000ഓളം ഇഖ്ലാസ് ഒരാൾ ചൊല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് മുമ്പാണ് ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴാണ് അറിയിച്ചത്. നീ സ്വീകരിക്കണേ അല്ലാ. ഇതിന്റെ എല്ലാം മിസ്ല സവാബ് വെല്ലിപ്പാടയും അതുപോലെ തന്നെ ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. അപകട മരണങ്ങൾ ഞങ്ങൾക്ക് തരലേ അല്ലാ. ക്യാൻസർ പോലെ മാരകമായ രോഗത്തിന്റെ അടിമകളാക്കല്ലേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ റജബിലും ഈ ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. പരിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ.
എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനും സുഹൃത്തുമാണ് റബ്ബേ സുഹൈലിക്ക. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. അതുപോലെ തന്നെ ഈ ലൈവ് കൊടുക്കുന്ന എന്റെ സ്നേഹിതന് എവിടേക്ക് വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും പറ്റില്ല എന്നൊരു വാക്ക് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അതുപോലെ റബ്ബേ ഇതിന്റെ കീഴ്ഘടങ്ങളാകുന്ന അവരുടെ ഒരുപാട് ആൾ ടീം തന്നെയുണ്ട് റബ്ബേ, അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അതുപോലെ തന്നെ വോയിസ് ഓഫ് ബാദുഷാ അസ്ഗരി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന അതിന്റെ അഡ്മിന്മാരുണ്ട് റബ്ബേ, അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പഠിച്ചവനെ അവരൊന്നും ആഗ്രഹിച്ചിട്ടല്ല, നിന്റെ ദീനിന് വേണ്ടിയിട്ടാണ്, നിന്റെ ദീന പ്രബോധനത്തിന് വേണ്ടിയിട്ടാ. അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന എന്റെ അളിയനെ ബിസിനസ് ചെയ്യുന്നവരാണ് റബ്ബേ. അല്ലാഹുവേ അവിടെ ജോലിയിൽ നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ഭാര്യയിലും അതുപോലെ തന്നെ പെങ്ങളെ വരുമ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തുവാണോ ആഗ്രഹമെങ്കിൽ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് വസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും.